നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു പ്ലിന്ത് ബീമിൻ്റെ വാട്ടർ പ്രൂഫിങ്ങിനെ പറ്റി. അപ്പം ഒരുപാട് ആൾക്കാർ നെഗറ്റീവായിട്ട് കുറച്ച് കമൻറ്റ് പറഞ്ഞത് ഇതിൻ്റെ ടോപ്പിൽ വാട്ടർ പ്രൂഫ് ചെയ്തില്ല എന്നുള്ളതാണ്. നമ്മൾ ആ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ കോൺക്രീറ്റ് എന്ന് പറഞ്ഞത് വാട്ടർ പ്രൂഫിംഗ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ്. നമ്മൾ ഒരിക്കലും ഈ കോൺക്രീറ്റിനകത്തോട്ട് വെള്ളം പിടിച്ച് കയറില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വാട്ടർ ടാങ്ക് അല്ലെങ്കിൽ പാലങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കോൺക്രീറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വാട്ടർ പ്രൂഫ് ചെയ്യുന്നത്. ഇത് ചെയ്തില്ലെങ്കിലും ചെയ്താലും ഇതിലോട്ട് വെള്ളം പിടിച്ച് കയറില്ല. ഇവിടുത്തെ പ്രധാന ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് നമ്മൾ കട്ട കെട്ടുന്ന സമയത്ത് ഈ ഫൗണ്ടേഷൻ അകത്തിടുന്ന മണ്ണും ഈ ബ്രിക്കുമായിട്ട് വരുന്ന കോൺടാക്റ്റിലാണ് വെള്ളം പിടിച്ചു വരുന്നത്. അല്ലാതെ ഒരിക്കലും ബീം വഴിയല്ല വെള്ളം വരുന്നത്. പലപ്പോഴും വരുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മണ്ണ് ഫില്ല് ചെയ്ത ഇതിൻ്റെ ടോപ്പ് വരെ പലരും മണ്ണിടും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു 3-4 ഇഞ്ച് താഴ്ത്തിയായിരിക്കണം മണ്ണിടേണ്ടത്. കൺസോൾട്ടേഷനും കാര്യങ്ങളും എല്ലാം ചെയ്ത് നമ്മൾ ഇടിച്ചുറപ്പിക്കുമ്പോൾ മണ്ണ് കുറച്ചും കൂടെ താഴും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേളിൽ ഒരു PCC കോൺക്രീറ്റും കൂടെ ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ ഒരിക്കലും ബ്രിക്കും ഈ മണ്ണുമായിട്ട് ഒരിക്കലും ടച്ച് ആവില്ല. ടച്ച് ആയി കഴിഞ്ഞാൽ ബ്രിക്കിലേക്ക് വെള്ളം പിടിച്ച് കയറും. കോൺക്രീറ്റിൽ വെള്ളം കയറില്ല. ഏത് ബ്രിക്കാണെങ്കിലും, സിമെൻറ്റ് ബ്രിക്ക് ആണെങ്കിലും ഇഷ്ടികയാണെങ്കിലും അല്ലെ ചെങ്കല്ലാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അതിലേക്ക് വെള്ളം പിടിച്ച് കയറും. അത് പ്ലാസ്റ്ററിങ് വഴി കയറി കുട്ടി ഇളകി പോകാനും പെയിന്റ് ഇളകി വരാനും ഒക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് നമ്മളൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ഇതിന്റെ ഇൻസൈഡും ഔട്ട്സൈഡും ചെയ്യുന്നതാണ്. ഇതിന്റെ ടോപ്പിൽ ചെയ്ത പലരും ചോദിച്ചു ഇതിന്റെ ബോട്ടത്തിൽ നിന്ന് വെള്ളം പിടിച്ച് കയറില്ലെന്ന്. ഒരിക്കലും കോൺക്രീറ്റിനകത്തുകൂടി വെള്ളം ക്യാപിലറി ആക്ഷൻ വഴി കയറി വരില്ല. ബ്രിക്കാണെങ്കിൽ കയറി വരും. പക്ഷേ ഒരിക്കലും കോൺക്രീറ്റിനകത്തൂടെ നല്ല കോൺക്രീറ്റ് ആണെങ്കിൽ, ഇനിയും ശരിക്കും വൈബ്രേറ്റ് ചെയ്യാത്തതോ അല്ലെങ്കിൽ കറക്റ്റ് മിക്സ് അല്ലാത്തതോ ആയിട്ടുള്ള കോൺക്രീറ്റ് ആണെങ്കിൽ ചിലപ്പം വെള്ളം കയറും. നല്ല കോൺക്രീറ്റ് ആണെങ്കിൽ ഒരിക്കലും വെള്ളം കയറില്ല. അങ്ങനെയാണെങ്കിൽ റൂഫ് സ്ലാബ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അവിടെ 4 ഇഞ്ച് കനത്തിലാണ് റൂഫ് കോൺക്രീറ്റ് ചെയ്യുന്നത്. വെള്ളം പിടിച്ച് കയറുമെന്നുണ്ടെങ്കിൽ റൂഫ് ഫുള്ള് ലീക്ക് വരേണ്ടതാണ്. അങ്ങനെ ഒരിക്കലും വരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഇത്രയും ഒരു 1.5 അടി ഹൈറ്റിലും അതേപോലെ 8 ഇഞ്ച് വീതിയിലും ചെയ്യുന്ന ബീമിനകത്ത് ഒരു കാരണവശാലും വെള്ളം പിടിച്ച് കയറില്ല. വരുന്ന മിസ്റ്റേക്ക് ഈ ബ്രിക്കും മണ്ണുമായിട്ടുള്ള കോൺടാക്ട് മൂലമാണ് വെള്ളം പിടിച്ച് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചായിരിക്കണം നമ്മളൊരു വീടിൻ്റെ പ്ലിന്ത് ബീമിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യാനായിട്ട്.